ഹലോ ഗായ്സ്, നമ്മളിതാ അനദർ മൈൻക്രാഫ്റ്റ് എപ്പിസോഡായിട്ട് വന്നിട്ട് ഇതാ കുറേ കാലത്തിന് ശേഷം നമ്മളിതാ വന്നിട്ടുണ്ട്. കൂടിപ്പോയ 3 മാസത്തോളമായി തോന്നുന്നു ഞാൻ ഫുൾ വീഡിയോ ഇട്ടിട്ട് എൻ്റെ ചാനലിൽ. നമ്മളിതാ ഇന്ന് മൈൻക്രാഫ്റ്റ് നമ്മളെ പഴയ ലെറ്റ്സ് പ്ലേ വേൾഡ് ഇല്ല, അതിൻ്റെ അകത്ത് നമ്മൾ വന്നിട്ടുണ്ട്. നിങ്ങൾ പണ്ടത്തെ പോലെ അല്ല, ഞാനിപ്പോൾ ഇതാ ഫുൾ സെറ്റ് എൻചാൻറ്റിങ് ടൂൾസ് ആൻഡ് ഫോർച്യൂൺ പിക്കാസും ഒരു നോർമൽ എൻചാൻറ്റ് പിക്കാസും അതിൻ്റെ ഒരു ഗോഡ് സോഡ് എന്ന് പറയാൻ പറ്റില്ല, 2-3 എൻചാൻറ്റ് മിസ്സിങ് ഉണ്ട്. പിന്നെ നല്ല അഡാറ് സ്പിയറും കണ്ടോ. ഇതുകൊണ്ട് മറ്റേ ലോജികളുകൊണ്ടല്ല പറഞ്ഞു. പിന്നെ ആർമർ കണ്ടോ. ഇതൊക്കെ എൻ്റെ എത്രയോ 107 ദിവസം ഞാൻ ഈ വേൾഡിൽ കളിച്ച് ഗെയിമിൽ. റിയൽ ലൈഫിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടും കൂടുതൽ കളിച്ച് കാണും. എന്തായാലും ഞാൻ ഇത് കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എന്തായാലും ഇതാ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ വെറുതെ ആയിട്ടില്ല കേട്ടോ. എല്ലാം ഞാനിത് ഇവിടെ തന്നെ വെച്ച് ചെയ്ത ഡയമണ്ട്. ഇതാ നമ്മൾ ഇന്ന് ഡ്രാഗൺ പോകുന്ന വീഡിയോ ആണ് ഇടുന്നത്. ഡ്രാഗൺ, യെസ്, ഞാൻ കുറേ കാലമായി അവനെ എല്ലാ യൂട്യൂബേഴ്സും ഏതൊരു പൊട്ടൻ യൂട്യൂബർ വരെ ഡ്രാഗനെ കൊന്നിട്ടുണ്ട്. ഞാനിതുവരെ കൊന്നിട്ടില്ല. എന്തുകൊണ്ട്? മര്യാദയ്ക്ക് ഒരു ആർമർ സെറ്റ് ആകത്തുണ്ട്. ഇന്ന് നമ്മൾ ആ ഡ്രാഗൺ എന്ന് പറഞ്ഞ പന്നേനെ പോയി കൊല്ലും, എന്നിട്ട് അവൻ്റെ മുട്ട എടുത്ത് നമ്മൾ പൊരിക്കും. യെസ്. പിന്നെ നമ്മളിതാ ഇവിടെ ഒരു ട്രേഡിങ് ഹാളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ ലാഗുണ്ട്, അത് ഈ ട്രേഡിങ് ഹാളിൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും ഗൈസ്. കുറച്ചൊന്ന് ക്ഷമിക്കുക, ലാഗ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലേ എനിക്ക് ഗൈസ് ഒന്ന് ക്ലിയർ കൂട്ടിക്കോട്ടെ. അതല്ല ഞാൻ പിന്നെയും പറയണത്, നമ്മളെ 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. 100 സബ്സ്ക്രൈബേഴ്സ് നമ്മളെ യൂട്യൂബ് ചാനൽ ഇതാ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞില്ല, 100 ആയിരിക്കുന്നു. പിന്നെ ഇതാ എല്ലാ വില്ലേഴ്സും ഇവിടെ ഉണ്ട്. എല്ലാ എൻചാൻറ്റും ഇല്ല, ഇതിൻ്റെ അകത്ത് ഒരു വില്ലേനെ ഏതായാലും തല്ലി ഞാൻ കൊന്നു കളഞ്ഞു. ഷാർപ്പൻസ് ഉണ്ട്, അൺബ്രേക്കിംഗ് ഉണ്ട്, ഇതാ സിൽ ടച്ച് ഉണ്ട്, ഇതാ ഇതിൻ്റെ സാധനമാണ്, ഇതാ പ്രൊട്ടക്ഷൻ ഉണ്ട്, മെൻഡിങ് ഉണ്ട്, ഫയർ പ്രൊട്ടക്ഷൻ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇതിനകത്ത് ഇത് നമ്മളെ ഈ എൻചാൻറ്റിങ് ബുക്ക് വാങ്ങുമ്പോൾ ഒരു ബുക്ക് കൊടുക്കണ്ടേ, അതിനുവേണ്ടി ബുക്കിൻ്റെ ആളെ ഞാൻ വിളിച്ചത്. ഇത് ഇൻഫിനിറ്റി ഉണ്ട്. ഇൻഫിനിറ്റി നമ്മളെ ബോയിൽ ആഡ് ചെയ്യണം, എന്നാലേ അങ്ങോട്ട് പീരീഡ് എടുക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു ബോ സ്കെൽട്ടൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിക്കാം നമുക്ക് ഗൈസ്. പിന്നെ ഇത് ഇവിടെ ആയിട്ട് നമ്മളിതാ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, മോ ഫാർം ഉണ്ടാക്കിയിട്ടുണ്ട്. SP ഒക്കെ വേണമെങ്കിൽ എനിക്ക് ആവശ്യമുണ്ട്, SP എന്തായാലും ആവശ്യമുണ്ടാവും. പിന്നെ നമുക്കിത് ഇവിടെ നിന്ന് 2 നമ്പർ എടുത്ത് നമുക്കത് പണിഞ്ഞ് റെഡിയാക്കാം ഗൈസ്. അത്യാവശ്യം ഇതൊരു പുതിയൊരു 50 സെറ്റിലുണ്ട്. പിന്നെ ഇത് നമുക്കൊരു 50 കൂടി ഒറ്റ ഒരെണ്ണം നമുക്ക് എടുക്കാം. ഒറ്റ ഒരെണ്ണം തന്നെ ധാരാളം. നമ്മൾ ഇന്ന് തന്നെ പോയിട്ട് റാനെ കൊല്ലും കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒന്ന് കടന്നുറങ്ങാം ഗൈസ്. നമ്മളിപ്പോൾ ഇതാ വീഡിയോ തുടങ്ങിയിട്ട് ഫസ്റ്റ് നൈറ്റാണ് കേട്ടോ. ഇതാ രാവിലെ 108 ദിവസം ഈ വേൾഡിൽ തന്നെ ഈ വീഡിയോയിൽ തന്നെ എനിക്ക് 200 ദിവസം കടക്കുവാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും കുറച്ചുകൂടി ഫുഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ഗോൾഡൻ കാറ്റൊക്കെ നമ്മളിപ്പോൾ തിന്നുള്ളൂ കേട്ടോ. ബ്രെഡും ചിക്കനും തിന്നത്തില്ല, നമ്മൾ ഗോൾഡൻ കാറ്റ് തിന്നുള്ളൂ, നമ്മൾ ഗോൾഡ് സാധനമൊക്കെ തിന്നുള്ളൂ. നമുക്ക് അയൺ ഫാർം വരെ പോയിട്ട് കുറച്ച് അയൺ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് എൻ്റെ ഇതുണ്ട്, എമറാൾഡ് ഉണ്ട്. നമുക്കിപ്പോൾ പോയിട്ട് കുറച്ച് ഗോൾഡൻ ക്യാരറ്റും കൂടി വാങ്ങി നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ പോവാം. ഡ്രാഗനെ കൊല്ലാൻ പോകുന്ന ആദ്യമായിട്ടല്ല, 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഭയങ്കരമായിട്ട് കൊല്ലാൻ പോകുന്നത്. ഒരു പ്രാവശ്യം എൻ്റെ ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ പണ്ടൊരു വേൾഡ് വെറുതെ തുടങ്ങിയ വേൾഡ് ഫുൾ സൈറ്റ് നെതറൈറ്റ് ആർമറൊക്കെ ആയിട്ട് മൈൻക്രാഫ്റ്റ് അല്ല, മൈൻക്രാഫ്റ്റിൻ്റെ ഒരു കോപ്പി ഗെയിമിൻ്റെ അകത്ത് കണ്ടവർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകും. ഞാൻ ഈ ശകലം കൂടി എടുത്തേക്കാം, ആവശ്യം വന്നാലോ. നമ്മൾ എൻ്റർ എല്ലാം എടുത്തേക്കാം. ഷീൽഡിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു 2 ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ. വാട്ടർ ബക്കറ്റ്, പിന്നെ ഒരു വാട്ടർ ബക്കറ്റും കൂടെ ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും പോയിട്ട് ഇതാ ഇവൻ്റെ കയ്യിൽ നിന്ന് എമറാൾഡ് കൊടുത്ത് കുറച്ചുകൂടി ഗോൾഡൻ ക്യാറ്റ് വേണ്ടേ. ഒരു സ്റ്റാക്കൊക്കെ ധാരാളം, പിന്നെ ചാകാണ്ടിരുന്നാൽ മതി. എനിക്ക് ഒരു ടോട്ടൽ ഫാർം ഉണ്ടാക്കണമെന്ന്, പക്ഷേ സമയം പോയി, അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. എൻ്റെ പിന്നെ ഫുഡൊക്കെ ഞാൻ ഇന്നലെ തന്നെ പോയി റെഡിയാക്കി വെച്ചായിരുന്നു. നമുക്കിത് ഒരു 2 ഷീൽഡ് ഉണ്ടാക്കി ഒരു വാട്ടർ ബക്കറ്റും കൂടെ ഉണ്ടാക്കി പോവാം. ഈ ഡോഗി എൻ്റെ ഈ സാധനം എൻ്റെ കേട്ടോ. എനിക്ക് അവിടെ കിടന്നിട്ടപ്പോൾ ഞാൻ സാഡിലിട്ടുണ്ട്. ഒരു വാട്ടർ ബക്കറ്റും കൂടെ ഉണ്ടാക്കാം, എന്നിട്ട് ഒരു 2 ഷീൽഡ് ഉണ്ടാക്കാം. ഒന്നെൻ്റെ കയ്യിലും വെക്കാം, ഒന്ന് എടുത്തും വെക്കാം. വുഡ് നമ്മളെ കയ്യിൽ ഇരിക്കട്ടെ, അയൺ ഇവിടെ ഇരിക്കട്ടെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. ശവല നമുക്ക് ആവശ്യം വരും. വുഡ് ആവശ്യം വരുമെന്ന് അറിയത്തില്ല. അല്ലോ എൻജാൻറ്റ് വാങ്ങാൻ എൻ്റെ കയ്യിൽ ഇതില്ലല്ലോ. ഇതിൽ ഞാൻ ഒരു ഇൻഫിനിറ്റി എടുത്തിട്ട് കാണാം. അങ്ങനെ നമ്മളിതാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇൻഫിനിറ്റി മാത്രമേ എനിക്ക് ആഡ് ചെയ്യാൻ പോലും ഉള്ളൂ കേട്ടോ. അതിന് എത്ര എണ്ണം വേണം ഇവിടെ. മെൻഡിങ് ആഡ് ചെയ്യാത്തത് പൊട്ടിപ്പോകുമെന്ന് അറിയത്തില്ല, പൊട്ടിപ്പോലായിരിക്കും. ഫൈറ്റ് നമ്മൾക്ക് എന്തായാലും നേരെ ഇനി പോവാ എല്ലാം ആയില്ലേ.
സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഷീൽഡ് 2 ഉണ്ട്. ഒരു ഷീൽഡ് കൈ വെച്ചേക്കാം. വുഡ് ഞാൻ എടുത്തേക്ക്. ഒരു ബോട്ട് ഞാൻ നോക്കട്ടെ. എൻ്റെ ഒരു ബോട്ടുണ്ടെന്ന് അത് ഞാൻ എവിടെ വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഏതൊരു ചെസ്റ്റിൽ കൊണ്ട് വെച്ചൊരു ബോട്ട്. ഒരു ഗ്രാൻഡുകൾ അങ്ങനത്തെ ഒരു ബോട്ടം കൊണ്ടുവക്കാം. ഇതിൻ്റെ ഗ്രാൻഡുകൾ കയ്യിൽ ഇതിലെ ഗ്രാൻഡുകൾ എന്നാലും ഇതൊരു ബോട്ടിൽ കൈ വെച്ചേക്കാം ആവശ്യം വന്നാലോ. ലാഗ് നിങ്ങൾക്ക് എത്രത്തോളം യൂട്യൂബിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കുറച്ച് സഹിക്കുമോ, അല്ലാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിൽ നമ്മൾ ഫസ്റ്റ് എറിയൽ നമുക്ക് എങ്ങോട്ടാണ് നോക്കാം. ഈശ്വരാ ഇപ്പം അടുത്ത് തന്നെ ഉണ്ടാണേ. ഇത് എറിയാണ്. ഭാഗത്തിട്ട് പൊട്ടരുത്. ഊമ്പി തുടക്കം തന്നെ മുമ്പിലാണല്ലോ. ഇതെല്ലാം കഴിച്ച് നമുക്ക് ഇതാ നേരെ നമുക്ക് എന്തായാലും ട്രാക്കെല്ലാം പോവാം. ലെറ്റ്സ് ഗോ. എന്നാലും നമുക്കിതാ ഓഹോഹോ നേരം പാട്ടൊക്കെ ഇട്ട് നമുക്ക് നേരെ ഇതാ റാനിലാവെല്ലാം പോവാം. ഇന്ന് നമ്മൾ ആ റാനെ തീർത്തിരിക്കും കാര്യം. പിന്നെ ഹെഡ്ഫോണിൻ്റെ ചാർജ് ഇച്ചിരി കുറവാണ്. അവിടെ എത്തുമ്പോഴത്തേനും ചേരുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ടൊന്നൊരു അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിതാ ഒരു പ്ലെയിൻ ബോയ ഇതുകൊണ്ടത് മറ്റേ ഇതാണ് ഇട്ടു അങ്ങനെ പറഞ്ഞാൽ നമ്മളിതൊരു പ്ലെയിൻ കടൽ പോലത്തെ എറിയത്തുണ്ട്. നമുക്ക് ഒന്നുകൂടി എറിഞ്ഞു നോക്കാം. അങ്ങോട്ട് പോന്നെ. പൊട്ടില്ലേ. പൊട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇത് വില്ലേജിലാണ് സാധാ. അങ്ങോട്ടാണ് കാണിക്കുന്നത്. എന്നാലും ഒന്ന് ഇഗ്ലൂ ഒന്ന് കയറി നോക്കാം ഗൈസ്. എന്നാ ഞാൻ പറഞ്ഞു ഇഗ്ലൂയിലൊന്നും അങ്ങനത്തെ സാധനം കാണുന്നില്ലല്ലോ. ഇനി ആ ജാവ മാത്രമേ ഉള്ളൂ. ബെഡ് റോക്കിലില്ലേ. ആദ്യമായിട്ട് നമുക്ക് എന്തായാലും നേരെ നടക്കാം ഗൈസ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്ത് പവറാക്കുക. ഞാൻ ഒരു കുഞ്ഞു യൂട്യൂബറാണ് ഗൈസ്. എന്നൊരു വലിയ യൂട്യൂബറാക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. നമ്മളിത് ഇച്ചിരൂടെയും ദൂരത്ത് നമ്മൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം. നമ്മളിത് ഒരു മരത്തിൻ്റെ മണ്ടയ്ക്കാണ്. അതെന്നാണത്? അതെന്താ നോക്കാം ഗൈസ്. ഇപ്പോൾ അങ്ങോട്ടാണോ കാണിക്കുന്നത്? അയ്യോ അതോടെ പോയി. അയ്യോ അതിപ്പോൾ എവിടെ നിന്ന് അപ്പോൾ കണ്ടുപിടിക്കും. ഹലോ മരത്തിൻ്റെ അവിടേക്ക് ഉണ്ടോ? അയ്യോടാ അത് പോയോടാ. അല്ല അത് ഇതല്ലേ നമുക്ക് അതെന്താ നോക്കിയിട്ട് നമുക്ക് വരാം. അതായിരിക്കും നേപ്പ്. എൻ്റെ ഒരു എൻട്രപ്പോളുണ്ട്. അതെടുത്ത് നമുക്ക് അങ്ങോട്ട് എറിഞ്ഞു നോക്കാം. മൈൻഷാഫ്റ്റ് അല്ലേ? ഞാൻ എന്തായാലും അങ്ങോട്ട് തന്നെ പോവാം. ഇവിടെ നിന്ന് ചിലപ്പോൾ അങ്ങോട്ട് എത്തില്ല. ഇച്ചിരി കൂടെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് എറിയും. പിന്നെ ഞാനെന്തായാലും അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ കാണിച്ചാൽ വെറുതെ സമയം കളയണ്ട ഗായ്സ്. നമ്മളൊരു വില്ലേജ് കണ്ടിട്ടുണ്ട്. ഇവിടെയാണോ എന്ന് അറിയത്തില്ല. ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും മിക്കവാറും ഉണ്ടാവും. കിണറുള്ളൊരു ഭാഗമില്ലേ, ആ ഭാഗത്തായിട്ടായിരിക്കും ഉണ്ടാവും. അതൊരു ഭാഗം എത്തി അതുകൊണ്ട് കണ്ടപ്പോൾ ആവശ്യത്തിൽ കൂടുതലുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്തിനുണ്ടോ ഒന്നുമില്ല ആശയം. അല്ലേ നമുക്ക് ഇവിടെ ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് എറിഞ്ഞാൽ ഈ സാധനം മാക്സിമം ലാഭിക്കാം. സെൻറ്റർ ഒന്ന് ഞാൻ കണ്ടുപിടിക്കട്ടെ. താഴോട്ടോ വൈസ് നമ്മൾ ഇവിടുന്ന് നേരെ താഴോട്ട് പിടിക്കാൻ പോവാണ്. ഇവിടെ മറ്റേ സംഭവം മറ്റേ ഫുട്ബോൾ സ്പോണാകുന്ന സ്ഥലം. ഫുട്ബോളല്ലേ പുതിയ അപ്ഡേറ്റ് ജീവി സ്പോണാവില്ല ആ സ്ഥലം. അതിൻ്റെ കേവ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഇത് അതിൻ്റെ സ്ഥലം തന്നെ. അവിടെ ഈ ബ്ലോക്കിൽ കൊടുത്ത ബിൽഡിങ്ങിന് സീനായിരിക്കും കേട്ടോ. നമ്മളിത് എത്തിയിട്ടുണ്ട്. ഈ 17 എൻട്രപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ 17 എൻട്രപ്പോളോ 16 രാഹുൽ. ഇതെങ്ങനെ 17 നമുക്ക് അവിടെ 2 ഞാൻ എറിഞ്ഞ് കളഞ്ഞില്ലായിരുന്നു. അതിന് എനിക്ക് തിരിച്ച് കിട്ടി കേട്ടോ. ഞാൻ കുളിച്ച് വന്ന് നേരത്തോട്ട് കിട്ടി ഐസ് കിട്ടി. ഞാനിപ്പോൾ സൗണ്ട് കേട്ടിട്ട് വന്ന് നോക്കുമ്പോൾ ഇതാ സാധനം ഇന്ന് വേഗം പൊട്ടിയിട്ട് കാണട്ടെ. അയ്യോ എൻ്റെ ലെക്കുണ്ടോ ഒറ്റ ഓർമ്മയേ ഉള്ളൂ. എന്നാൽ ഞാൻ ഈ കോർഡിനേറ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കട്ടെ.
ക്ലിയറായിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. ആവശ്യമില്ല, എടുത്ത് വെച്ചു. നമുക്ക് ഓരോന്നായിട്ട് വെക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 വെക്കുന്നേക്കാട് മുമ്പ് നമ്മളിവിടെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഞാൻ കൊല്ലാൻ പോവാ. ഇതാ പിന്നെ എനിക്ക് കുറച്ച് ടെംപ്ലേറ്റ് കിട്ടും. ഞാനൊരു ക്ലയൻറ്റുകൾ വെച്ച് ഇവിടുന്ന് ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് 2 ടെംപ്ലേറ്റ് സാധനങ്ങളൊന്നും അവിടെ വെക്കട്ടെ. ഇതുകൂടെ വെക്കാം. പിന്നെ ഇതുകൂടെ വെക്കാം. പിന്നെ ബോർഡ് കൈ വെക്കാം. ഈ 2 ബോർഡ് ഇങ്ങോട്ടും വെക്കാം. എല്ലാം സെറ്റല്ലേ. ഈ ഒറ്റ ഒരെണ്ണം കൈ വെച്ചിട്ട് ബാക്കി ഇങ്ങോട്ട് മാറ്റി വെക്കാം. റെഡിയാണ്, എല്ലാം സെറ്റാണ് ഗൈസ്. ഇൻ്റർപോൾ മറ്റേ സെറ്റാണ്. ഓക്കെ, കോഡൻ കാർഡ് 2 എണ്ണം ഉണ്ട്. വുഡ് എടുത്ത് കൈ വെക്കാം. ഓക്കെ, റെഡിയാണല്ലോ, സെറ്റല്ലേ. ഓൾ ദി ബെസ്റ്റ് എല്ലാ ആൾക്കാരോടും. ഞാൻ ബന്ധുവരോട് നമ്മളിത് റായകൊല്ലം ഈ ഡബോ എനിക്ക് പേടിക്കാത്. നമ്മൾ റായകൊല്ലം പോകണേ. ഓക്കെ, ലാസ്റ്റ് തരണം നമ്മൾ വെച്ചിട്ട്. എനിക്ക് പേടിയാത്. എന്തിനു പേടിക്കണം? പ്രൊഫഷണൽ യൂട്യൂബർ ഇങ്ങനെ പേടിക്കാൻ പാടുണ്ടോ? നമ്മൾ പോവാണ് ഗൈസ്. ഓക്കെ, ഞാൻ ചാടാൻ പോവാ. എനിക്ക് വറക്കുന്നു. 3, 2, 1 സ്റ്റാർട്ട്. അയ്യോ, നമ്മൾ റാൻ്റെ കൊല്ലുന്ന സ്ഥലത്ത് അയ്യോ റാ നമ്മള് വാവാണ്. എന്നൊന്നും ചെയ്യല്ലേ. റാന് സൗണ്ട് കേൾക്കുന്നു. എനിക്ക് പേടിയൊന്നുമില്ല. റാനെ എനിക്ക് പേടിയോ? എന്തിന്? ഇവനെക്കാളും വലിയവനെ നമ്മൾ കൊല്ലാൻ പോകുന്നവനോ? കൊല്ലാൻ പോകുന്ന എനിക്കറിയത്തില്ല, പറയാൻ അറിയത്തില്ല. അത്രയും നമുക്കതിന് മുമ്പ് ഇവിടെ നിന്ന് വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ട് പോവാം. അല്ലെങ്കിൽ ചിലപ്പോൾ വാട്ടർ നിന്ന് നമുക്ക് പണി കിട്ടും ഗൈസ്. ഇന്ന് എല്ലാത്തിനും ഞാൻ തീർക്കും. ഞാൻ എന്നെ അടുത്തോട്ട് വരരുത്, കൊല്ലും ഞാൻ. ഇതിപ്പോ പറഞ്ഞു വരും. അയ്യോ, എന്നെ ചെയ്യണ്ട്. അയ്യോ, എടർമാനെ കണ്ണി നോക്കല്ലേ. എടർമാനെ ഇങ്ങോട്ട് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ നിൻ്റെ കണ്ണി നോക്കിന്ന് പറയില്ല. കളക്കളിയാണ്. വേഗം ആദ്യം ഒന്നിന് മുകളിൽ കയറിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് എല്ലാത്തിനും പൊട്ടി. ഇതിനോട് കയറിയിട്ട് എത്താത്തെ ഇതിനാ കുത്തുമീനാറോ? എനിക്ക് വലിയ എയിമൊന്നുമില്ല ഗൈസ്. അയ്യോ, ഇങ്ങോട്ട് വരല്ലേ, പോടാ. എനിക്ക് എത്ര എയിമുണ്ടോ? ഇങ്ങോട്ട് വരരുത്, കൊല്ലും ഞാൻ. പൊട്ടു ഇല്ല, അങ്ങനെ എത്തൂലത്. ഇതെത്തൂല, അത്രേ ഉള്ളൂ. അയ്യോ, പോടാ. എനിക്കിത് കാണുന്നില്ല. ഞാൻ ഒന്ന് ക്ലിയർ കൂട്ടിയിട്ട് കളക്കളി. ഇങ്ങോട്ട് വരരുത്. എവിടെ പോയി റയൻ? അതാ. അയ്യോ, പോടാ. അയ്യേ, ചമ്മി. MLG വർക്കായില്ല. ഓടിക്കോ. ഞാൻ ഇവിടെ ഉള്ള ആളല്ലേ, ഞാൻ വേറെ ആളാ. ഞാൻ പാവാണേ ഗായ്സ്. എൻ്റെ റെഡിക്കുള്ള പോകാൻ കണ്ടായിരുന്നു നിങ്ങൾ ചത്തേനെ. എനിക്ക് വിറച്ചിട്ട് എനിക്കെന്താ അയ്യേ, എനിക്ക് പേടിയോ? ഈ കുഞ്ഞു സാധനത്തിൽ കണ്ടിട്ട് ഞാൻ തന്നെ പേടിക്കുന്നേ. ഉരുന്നത്ര ഉള്ള ഞാൻ ചവിട്ടി കൊല്ലാനേ ഉള്ളൂ ഈ ഡ്രാഗൺ. എടാ, ഈ വേൾഡ് സ്പോണിന് എന്തൊക്കെയോ പറ്റിക്കുക കേട്ടോ. ഒരുമാതിരി പന്ന ചത്ത് ഇല്ല. കള്ളക്കളി കളിക്കുന്നോടാ, കൊല്ലാൻ നോക്കുന്നോടാ. അയ്യോ, പോടാ. നിന്നെ ഞാൻ എന്ത് ചെയ്തടാ? പോടാ.
ഇവിടെ നല്ല തട്ടിയിട്ടാ ഞാൻ ഇതിനകത്ത് പോയിടി പോ. ഞാനിപ്പോ ഇങ്ങോട്ട് പറഞ്ഞു തരും. വരുന്നുണ്ട്. എടാ ചെല്ലോടി ചത്ത്. ഇല്ല ഓടിക്കോ. എടാ ഓടാ. ഡ്രാഗൻ എന്നാണ് പുല്ല് പറിക്കുന്നതോടെ എൻ്റെ ഷീൽഡ് പറിച്ചു പറഞ്ഞേ. അപ്പോടാ ഡ്രാഗൻ, നിന്നെക്കാട്ടും വലിയാണ് ഞാൻ കൊന്നിക്ക്. അയ്യോ അയ്യോ ചത്തില്ല. പോടാ, നിന്നെ ഞാൻ എന്ത് ചെയ്തടാ. വാ പോ. അല്ല എൻ്റെ പോലെ ഉപയോഗിച്ച് അങ്ങോട്ട് പോവോ. പോടാ, ഇനി എത്ര എണ്ണമുണ്ട്. ഡ്രാനിപ്പോൾ ഇങ്ങോട്ട് വരും. എടാ നീ ഇപ്പം ചാവൂടാ, നീ പേടിക്കണ്ട, നീ ഇപ്പം തീരും. എല്ലാം പൊട്ടിയില്ലേ. എല്ലാം പൊട്ടിയും തോന്നുന്നു. എല്ലാം പൊട്ടിയോ. നമുക്ക് ഇവിടെ നിന്നൊന്ന് നോക്കാം. വരുന്നുണ്ട്. ഉയ്യൻ്റെ അമ്മോ, പോടാ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. നീ എന്തിനാണ് പിന്നെ എന്നെ അടിക്കുന്ന. കൊല നോക്കണോ പട്ടി. അയ്യോ ചത്തില്ല. ഓടിക്കോ. കുഴിച്ചുള്ളി പോടാ. ഉയ്യൻ്റെ അമ്മോ, ഞാനിപ്പോ ഓടി വീണേനെ. എടാ നിന്നെയൊക്കെ ഞാൻ എന്ത് ചെയ്യാറാ. നീ എന്തിനാണ് എന്നെ കൊല്ലാൻ വരുന്നത്. എൻ്റെ അമ്മോ ഗായ്സ്, ഇപ്പം മടിയാനാ ഞാൻ. സ്പീഡ് എടുത്ത് കൈ വെക്കാം, ആവശ്യം വരും. ഡാന് ദേഷ്യം പിടിച്ചു. എടാ പോടാ, നീ ഇപ്പൊ തീരും. എടാ ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല. നീ ഇപ്പൊ തീരുന്ന് പറഞ്ഞിട്ടോ. നീ തീർക്കൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഡാനൊക്കെ എനിക്ക് പേടിയാതെ. എവിടെ പോടാ നീ. എനിക്ക് മതിയില്ല. ഓടിക്കോ. എന്തൊരു സൗണ്ട് അത്. നീ ഇപ്പൊ തീരും. ഒറ്റടി ഓടിക്കോ. ഡ്രാൻ ഓടിക്കഴിഞ്ഞാൽ പിന്നെ ദൂരോട്ട് ഇരിക്കണം. അതേ പണി കിട്ടും. എനിക്ക് വലിയ എയിമൊന്നുമില്ല. ഡ്രാനായിട്ട് അമ്പ് വിട്ട് കൊള്ളിക്കാനൊന്നും പറ്റത്തില്ല. ഇച്ചിരി പതിയെ കയറാ. എൻ്റെ ഗോൾഡൻ കയറി ചിന്തിയാടാ. ഈ മോളോട്ട് നോക്കാനും പറ്റത്തില്ല. മോളോട്ടേക്ക് ഈ പനമാര് ഞാൻ കണ്ണി നോക്കിന്ന് പറഞ്ഞു പോയി. ഒരമ്പെങ്കിലും കുളിക്കാൻ പറ്റൂ. ഓ എൻ്റെ അമ്മ ഇങ്ങനെ കാണണടാ. ഇത് ചെവി അടിച്ചു. ചത്തില്ല. നീ ഇപ്പൊ തീരും. ഇപ്പൊ കൊല്ലും ഞാൻ. നിന്നെ ഇപ്പൊ കൊല്ലു. നീ ഇപ്പൊ തീരും. തീർന്ന് മാറാ. അവിടെ നിന്നെ ഞാൻ എന്ത് ചെയ്തടാ. മാറും. ആദ്യമായിട്ട് ഒരു വേൾഡ് നമ്മൾ ആദ്യമായിട്ട് ഡ്രാഗൺ. എനിക്ക് എന്താ പറയണെന്ന് അറിയത്തില്ല. അത്ര സന്തോഷം. നമ്മളിത് ഡ്രാഗൺ കൊന്നിരിക്കുന്നു. എടാ നീ എൻ്റെ കണ്ണി നോക്കിയിട്ട് ഞാൻ നിന്റെ കണ്ണി നോക്കിന്ന് പറയില്ലേ. നമ്മളിതായി. അയ്യോ ഡ്രാഗൺ കൊന്നിരിക്കുന്നു. അതാ വന്നിരിക്കുന്നു. എടാ നീ എൻ്റെ കണ്ണി നോക്കിയതല്ലാടാ. നീ എൻ്റെ കണ്ണി നോക്കിയതാടാ പൊന്നെ. നമ്മളിതായി ഡ്രാഗനെ കൊന്നു. ഇനി മുട്ട ഒന്ന് എടുക്കട്ടെ. ഞാൻ ഈ ടോർച്ചൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അത് വെള്ളിപ്പോയി. അയ്യോ നമ്മൾ ഡ്രാഗനെ കൊന്നിട്ടുണ്ട്.
ഇതിൽ നമുക്കിതാ അടുത്ത ഭാഷ നമ്മളിതാ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ എലൈറ്റർ എടുത്തോണ്ട് വരുന്നതായിരിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി ചെന്നിട്ട് നിർത്താം. നമ്മളിതാ ഗെയിം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമ്മളിതെപ്പോൾ ഗെയിം നിർത്തുന്നതിൻ്റെ ഇത് കാണിക്കും. എന്താ പറയാ, എന്തോന്ന് പറയും. നമ്മളിതാ ഗൈസ് നമ്മളെ മൈൻക്രാഫ്റ്റ് കംപ്ലീറ്റ് ആക്കി. മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷൻ നമ്മളിതാ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. എനിക്ക് എന്താ പറയണേ, അത്രയ്ക്ക് സന്തോഷമായിരുന്നു എനിക്ക്. ഇതവിടെ എന്തൊക്കെ മോജാങ്ക് എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് എനിക്ക് വായിക്കാറിയത്തില്ല. എന്തായാലും നമുക്കിതാ എന്നാലും നമ്മളെ വേൾഡിൽ ചെന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ ആക്കി പോകണം. നമ്മളിതാ ഇത് പൊട്ടിച്ചെടുത്തിട്ട് നമ്മളിതാ ഇതും രണ്ടും എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടി അതിൻ്റെ അകത്തോട്ട് ചാടുക. എന്നിട്ട് ഒന്നുകൂടി നമ്മൾ ചാടും. നമ്മൾ വേൾഡിൽ ചെന്ന് പോകണം. അയ്യൻ്റെ അമ്മ പിന്നില്ലേ ഇത് നമ്മൾ തിരിച്ച് നമ്മളെ വേൾഡിലെത്തി. എൻ്റെ സൗണ്ട് എല്ലാം പോയി. എനിക്ക് സന്തോഷം കാരണം എനിക്കിപ്പോഴും വിറയ്ക്കുക. എന്താ ഈ സമയത്ത് പറയണത്, നമ്മൾ റാൻ്റെ മുട്ട എന്ത് മുട്ടേ എവിടെ പോയി? മുട്ട എവിടെ പോയി ഗൈസ്? മുട്ട വേൾഡിൽ തന്നെയാണോ? എനിക്കൊന്ന് മുട്ട നമ്മൾ മറ്റേ നെതറിലെ ആ സ്ഥലത്ത് നമ്മളെ മുട്ട നമ്മൾ ഇവിടെ അല്ല എത്തിയെന്ന് തോന്നുന്നു. മുട്ട എനിക്ക് തോന്നുന്നു മറ്റേ സ്ഥലത്ത് എത്തിയെന്ന് തോന്നുന്നു. നമ്മൾ നിന്ന സ്ഥലത്ത് മുട്ട വീട്ടിലുണ്ടോ? നമുക്ക് പിന്നെ നമ്മൾ നിന്നെക്കാട്ടും വലിയവനെ കൊന്നിട്ട് ഇവിടെ നിൽക്കുന്ന അയ്യോ എൻ്റെ അമ്മോ മടിയായതിന് ഈ ഡ്രാനെ കൊന്നിട്ട് തിരിച്ചു വരുമ്പോൾ ക്രീപ്പറായിരുന്നു ചത്തു നിറയാന്ന് ഓർത്ത് നോക്ക്. ഇത്രയും വലിയ നാണക്കേട് വേറെ ഒന്നുമില്ല. എടാ പോടാ. ഇതെല്ലാം മുട്ട ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. മുട്ട പോയിന്ന് തോന്നുന്നു. മുട്ട എനിക്ക് തോന്നുന്നു മറ്റേ അവിടെ ആയിരിക്കും തോന്നുന്നു. ഇവിടെ മുട്ട ഇല്ല. നിങ്ങളാരും മുട്ട എടുത്തില്ലല്ലോ? ഇല്ലല്ലോ, ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് കടന്നുറങ്ങിയിട്ട് നമ്മളെ ഈ എപ്പിസോഡ് ഇവിടെ നിന്ന് നിർത്താം. ഒന്ന് ഇവന്മാരെ അടുത്തൊന്ന് ദൂരോട്ട് പോട്ടെ. ആ മുട്ട നമ്മളെ കയ്യിലുണ്ടോ? മുട്ട നമ്മളെ കയ്യിലുണ്ട്, ഞാൻ കണ്ടില്ലേ. എന്തായാലും നമ്മളിതാ പോടേ. അങ്ങനെ നമ്മളിതാ ഫൈനലി ഇതാ നമ്മൾ ഡ്രാഗൻ്റെ മുട്ട നമ്മളെ കയ്യിൽ ഇതാ ഇരിക്കുന്നു. കണ്ടോ ഗൈസ്, മുട്ട ഇതാണ്ടോ, ഇതാണ് നമ്മളെ ഗെയിമിലെ മോസ്റ്റ് റയർ ബ്ലോക്ക് ഇൻ ദ ഗെയിം, ഡ്രാഗൻ്റെ മുട്ട. ഇതല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ഷെയർ സബ് പവർ ആക്കുക ഗൈസ്. അടുത്ത വീഡിയോ നമ്മൾ പോയി എലൈറ്റർ എടുത്ത് ഈ വേൾഡിൽ കൂടെ പറന്ന് കളിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ.